എന്റെ ആലയം പ്രാർത്ഥനാലയമാകുന്നു. അതിനെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റരുത്. പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ. ഈ ദേവാലയത്തിൽ ദൈവാരാധനയ്ക്കായി എത്തിയിരിക്കുന്ന പലരുടെയും പ്രവൃത്തികൾ കാണുമ്പോഴും നിങ്ങളെക്കുറിച്ച് കുബുദ്ധികളായ ചിലർ പറയുന്നത് കേൾക്കുമ്പോഴും യേശുദേവന്റെ മേലുദ്ധരിച്ച വാക്കുകളാണ് എന്റെ ഓർമ്മയിൽ വരുന്നത്. സർവവ്യാപിയായ ദൈവത്തെ കാണാൻ വിദൂരതയിൽ കണ്ണും നട്ട് കാത്തിരിക്കുന്ന മുതിർന്ന തലമുറയ്ക്കും അവരെ പരിഹസിച്ചുകൊണ്ട് തങ്ങളുടെ നേരെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയെയോ ഇഷ്ടദേവനായോ ദേവിയായോ സങ്കല്പിച്ചുകൊണ്ട് കടാക്ഷ വിക്ഷേപങ്ങൾ നടത്തുകയും ദർശനസുഖം നുകരുകയും ലൗകിക ചുറ്റുപാടുകളിൽ ആത്മനിർവൃതി അടയുകയും ചെയ്യുന്ന യുവതലമുറയുടെ പ്രതിനിധികൾക്കും മതപരമായ ചടങ്ങുകളിൽ താല്പര്യമില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? അതികഠിനമായ ചൂടും കൊതുകിന്റെ ആക്രമണവും മൂലം നിദ്രാവിഹീനങ്ങളായ രാത്രികൾ പിന്നിട്ട് ദേവാലയത്തിലേക്ക് ഓടിയെത്തിയ നിങ്ങൾ അവിടുത്തെ ശാന്തമായ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കണ്ണുകളടയ്ക്കുകയും തല കുമ്പിടുകയും ചെയ്യുമ്പോൾ അത് ഭക്തിപാരവശ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ അവരുറങ്ങുകയാണ് എന്ന് പറയുന്നവരും നമ്മുടെ കൂട്ടത്തിലില്ലേ? നിങ്ങളിൽ ചിലരുടെ പ്രവൃത്തികളും അതേക്കുറിച്ച് മറ്റുള്ളവർ നടത്തുന്ന പരാമർശനങ്ങളും കേട്ടിട്ട് ഞാൻ ഇത്രയും പറഞ്ഞു പോയതാണ്. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നമ്മോട് ക്ഷമിക്കുകയും ചെയ്യട്ടെ. To err is human, but to forgive is divine. തെറ്റ് മനുഷ്യ സഹജമാണ്, ക്ഷമിക്കുന്നത് മഹത്വവും. പത്തായിക്കുട്ടി ഈ ദുർവാശി ഉപേക്ഷിക്കണം. ഗ്രേസി പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൾ സ്നേഹിച്ച പുരുഷനെ അവൾ വിവാഹം കഴിച്ചു. നീ സ്വല്പം കൂടെ സന്മനസ് കാണിച്ചിരുന്നെങ്കിൽ അതിനെ അംഗീകരിക്കാവുന്നേ ഉള്ളൂ. അച്ഛന് വേറെ ഒന്നും പറയല്ലേ? എല്ലാ ഞായറാഴ്ച ഇത് തന്നെ ആവർത്തിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവളുടെ അധ്യായം അവസാനിച്ചു. അങ്ങനെ അവസാനിപ്പിക്കാവുന്ന അധ്യായമാണോ അത്? കഴിഞ്ഞ ദിവസം ഞാൻ പട്ടണത്തിൽ പോയപ്പോ ഗ്രേസിയെ കണ്ടു. കൂടെ അവളുടെ മോനും ഉണ്ടായിരുന്നു. എന്തൊരു കുശൃതി അവൻ, മിടുക്കൻ. നീ അവനെ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്ക്. നിന്റെ ദേഷ്യം ശരിക്കും പമ്പ കിടക്കും. ആ കുശൃതി എന്തൊക്കെയോ വികൃതരം കാണിച്ച് കയ്യിലും കാലിലും ഒക്കെ പ്ലാഷ് ഒട്ടിച്ചിരിക്കുക. പാവം. ഇതെന്താ വാസേട്ടാ? ദിവസവും രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ കിതയ്ക്കും. വാസുവേട്ടന് എല്ലാ അഭ്യാസങ്ങളും അറിയാമോ? മോനൊന്നും പഠിക്കണോ? ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് കാണിച്ചു തരാം. വാസുവേട്ടനെ പോലെ കാണിക്കാവോ? മോനൊന്ന് കാണിച്ചാൽ ഞാൻ 3 കാണിക്കും. അത് അത് വേണ്ട. കാണാം കാണാം. കാണിച്ചേ. ഇത് ഇപ്പൊ ചെയ്യേണ്ട എക്സസൈസ് അല്ല ഇത്. രാത്രി 1 മണിക്ക് ശേഷം ചെയ്യേണ്ടതാ, അല്ലെങ്കിൽ കാലിന് കേടാ. ആ വേല മനസ്സിലിരിക്കട്ടെ. ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞൂടെ? ആര് പറഞ്ഞു ചെയ്യാൻ പറ്റില്ലെന്ന്? ഞാൻ ഇപ്പൊ ചെയ്ത് കാണിച്ചുതരാം. കാണിക്കാം. കാണിക്കുന്നേ ഈ ഇടത്തെ കാലല്ലേ? ആ കാലം അത് ചെയ്യാം. വലത്തെ കാല് ഏതെങ്കിലും. ഇടത്തെ കാലായാലോ? എന്ത് പണ്ടാറങ്ങി? അപ്പൊ 2 കാലം ഒപ്പം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. ഈ എന്നൊന്ന് പിടിച്ചേന്ന് കാണാം. അത് വേണ്ട. അല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുക? അത് പിടിക്കണ്ട, വേണ്ട. ആദ്യം എന്റെ അമ്മ, എന്റെ മൂട് കലങ്ങി കേട്ടോ. ആഹാ, അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പച്ചൻ പറഞ്ഞാ കൊല്ലും. തല പൊളിയുന്നെന്ന്. അത് കുടിക്കുമ്പോ ആലോചിക്കണമായിരുന്നു.
പ്ലീസ്. പോടാ ചെല്ലേ പോടാ പോ. അറബിക്കടലിളകി വരും ആകാശത്തുന്നു വരും ആലപ്പുഴകളിലെ നീ ഇന്നലെ എപ്പോ വന്നു? വളരെ ലേറ്റായി. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ പാടില്ലായിരുന്നു. ഷിപ്മെന്റ് കഴിഞ്ഞോ? കഴിഞ്ഞു. അടുത്ത മാസം. എന്താടാ ഗാനമേള കഴിഞ്ഞോ? ഒരെണ്ണം. വലിയ പറമ്പിലെ അന്തോണി മോൾക്ക് വേണ്ടി ഒരു ആലോചനയുമായി വന്നിട്ടുണ്ട്. നീ ആ പെണ്ണെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കാണണം. 2 ലക്ഷം രൂപയും 100 പവന്റെ ആഭരണങ്ങളുമാ. ഒറ്റ മോളാ. സ്വത്തുക്കൾ മുഴുവൻ അവൾക്കുള്ളതാ. എന്താ പോരെ? നീ എന്ന് പോകുന്നു പറഞ്ഞാൽ ഞാൻ അവരെ അറിയിക്കാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിന്നെപ്പോഴാ? നിനക്ക് വയസ്സ് 30 അങ്ങനെ വെച്ച് നീട്ടാനൊന്നും പറ്റില്ല. നിന്റെ തീരുമാനം വേഗം അറിയിക്കണം. പീറ്റർ, വാസോട്ടാ നീ വന്നേ. ഇതിനെ ഒരു പാക്കറ്റിന് 15 രൂപ വില. രാവിലെ തന്നെ 5 എണ്ണം വെറുതെ. ഈ അപ്പച്ചന്റെ ഇടയ്ക്കിടയ്ക്കുള്ള മരം ഉണ്ടല്ലോ, നിന്ന് വരുന്നതിന്റെ കാലും നടുകൂടിയാറായി. ചോദിക്കാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒറ്റയടിക്കാൻ ചോദിക്കാൻ പറച്ചല്ലേ. അതെ. അയ്യോ, സിഗരറ്റ് സിഗരറ്റ് 3-5. എന്താ? ഒന്നുമില്ല. വേണോ? വേണമെന്നില്ല, ഒരെണ്ണം കിട്ടിയാ കൊള്ളാം. ഇത് മതി, ഇത് മതി. എടാ, അനിമോന്റെ കയ്യിലോ കാലിലോ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു കേട്ടല്ലോ. എന്ത് പറ്റിയതാ? ഒന്ന് വീണതാ, ചെറിയ ഫ്രാക്ചർ ഉണ്ട്. കുട്ടികളായാൽ സൂക്ഷിക്കണം. താനും നിന്നോട് കൂടെ നിൽക്കണേ. പാടൂ. എന്താ ചേട്ടാ, ഒന്ന് ശരിക്കും കളിച്ചൂടെ? കളിക്കല്ലേ? എന്തൊരു കഷ്ടമാണ് നോക്ക് ദൈവമേ. അത് ഇതായിരുന്നോ ചേട്ടൻ ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെ കളിച്ചത്? വാസോട്ടാ, ഞാൻ ഇപ്പൊ അപ്പച്ചനോട് പറയാൻ പോവാ. വീഴേ, അപ്പച്ചോട് പറയാം, എന്റെ പണി പോവും. അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു ഗെയിം കളിക്കാൻ വരാം. അത് വേണോ? വാ. എന്റെ ബാറ്റുള്ള
ബാറ്റ് എടുത്തുന്നാ കളി. എന്നാ പിടി. ആ, ഇതുപോയതാ കാരണം. അതല്ലേ പറഞ്ഞത്. എനിക്ക് വയ്യ, ഞാൻ നിർത്താം. വാസോട്ടാ അല്പം ഓടുന്നത് നല്ലതാ. എനിക്ക് മതി, എനിക്ക് വയ്യ. ഗ്യാസ് മേലോട്ട് കയറി. മതി മതി, നിർത്തി, ഞാൻ നിർത്തി. പിന്നെ എന്താ? കുറച്ച് മാങ്ങയാ. എനിക്കൊന്നും വേണ്ട. അപ്പച്ചൻ പറഞ്ഞിട്ടാ. ഇരുന്നോട്ടെ, നല്ല അച്ചാറാ, ടൗണിൽ കിട്ടില്ല. ഓക്കെ. ഗ്രേസി, ഞാൻ പോട്ടെ. കൊള്ളാം. ഇതെന്ത് വേഷമാ? ഈ പാൻസിന് ഈ ഷർട്ട് എങ്ങനെ മാച്ച് ആവാനാ? ഇതേ കിട്ടിയുള്ളൂ. ഇനി വരൂ, എങ്ങോട്ട്? എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. ഇനി വരൂ, വരുന്നേ. ഓഫീസ് ടൈം. ഡാഡി ഉം. ഡാഡി, ഈ ഹാൻഡ് പെക്ട് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പെൻ കോന്തൻ എന്ന് പറഞ്ഞാൽ ഭാര്യ പറയുന്ന എന്തോ അനുസരിക്കുന്നവൻ എന്നർത്ഥം. ഡാഡിയെ പോലെയോ? നിന്നോടാരാ ഈ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിക്കാൻ പറഞ്ഞു? ആ. ഉം. ഉം. നീ എന്തിനാ ഇവനെ വേണ്ടാത്തൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? ആര്, ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വല്ലതും പറഞ്ഞോ മോനെ? ദേ, നിങ്ങളുടെ അനിയത്തിയെ ഇവനെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലുണ്ടല്ലോ. ഞാൻ എന്തു പറഞ്ഞു ചേട്ടത്തമ്മ പറയുന്നത്? നീ ഒന്നും പറഞ്ഞില്ലല്ലേ? ആരും ഒന്നും പറഞ്ഞു കൊടുക്കാതെയാണോ ഇവനെ കണ്ടതൊക്കെ പറയുന്നത്? അവനതിന് എന്ത് പറഞ്ഞെന്നാ പറയുന്നത്? ഞാനൊരു പെങ്കോന്തനാണെന്ന്. ചിരിക്കുന്നു. ആ, നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാൻ പോവാ. അതിനൊന്നും വിമൻസ് കോളേജ് ഒന്നും ഇല്ല ഇത്ര ധൃതി വെച്ച് പോവാൻ. വിമൻസ് കോളേജ് ഇല്ലെങ്കിൽ എന്താ, പാരലൽ കോളേജ് ഇല്ലേ? ചെല്ല് ചെല്ല്. ബായ് ആന്റി. ഉച്ചയ്ക്ക് മറക്കാതെ ചോറ് കഴിക്കണേ മോനെ. കൈകാലി സൂക്ഷിക്കണേ. ഞാൻ വല്ല ഹെൽപ്പും ചെയ്യണോ? വേണ്ട, ഒരു സഹായം വേണ്ട. മോളങ്ങ് പോയാ മതി. നീ എന്താ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? എന്താ കാര്യം എന്ന് വെച്ചാ പറ. പിന്നെ ഈ ബ്ലൗസിന് ചേരുന്ന ഒരു സാരി ഉണ്ടല്ലോ ചേട്ടത്തിയമ്മയ്ക്ക്, അതൊന്ന് തരോ? അത് ശരി, മോളുടെ മട്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്നാ, എനിക്കറിയാം. യു ആർ സോ സ്വീറ്റ്. മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോർണിംഗ്. സർ. ഗുഡ് മോർണിംഗ് സർ. പിന്നെ 84 ട്രാവൽ അക്കൗണ്ട്സ് ടാലി ചെയ്യുന്നില്ലല്ലോ. ആ വൗച്ചറും ബില്ലുമായിട്ടൊന്ന് ഒത്തു നോക്കൂ. ശരി സർ. ആ പെണ്ണെ, നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് കുറച്ച് ദിവസമായി. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 3-4 മാസമായില്ലേ? ഇതേവരെ വിശേഷമൊന്നും ആയില്ലല്ലോ. ഇതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. നേരത്തെ നോക്കിയില്ലെങ്കിൽ എന്നെ പോലെ അബദ്ധം പറ്റും.
ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ ഒന്നും കഴിച്ചില്ലേ? എന്റെ പെണ്ണെ സ്മാർട്ട് ആയിട്ട് ദേ എങ്ങനെ പറ ഗുഡ് മോർണിംഗ്. ഓ ഈ പെണ്ണൊന്ന് ചിരിച്ചു കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു എന്റെ ഈശോയെ. എന്നെ വിളിച്ചോ? ഹലോ രോമാഞ്ചം, എന്തു പറയുന്നു? ഹലോ. ഇന്ന് രോമാഞ്ചത്തിന്റെ പടം റിലീസാണ്, കാണുന്നില്ലേ? ഹായ് ഡോളി. ജൂഡി, മോൻ എന്താ വല്ലാതിരിക്കുന്ന? അവള് വല്ലതും പറഞ്ഞോ? ഡോളി ദുബായിക്ക് പോയ കാര്യം മോൻ അറിഞ്ഞില്ല അല്ലേ? മോൻ ആരാന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവള് വന്നിട്ട് 2-3 ദിവസമല്ലേ ആയുള്ളൂ. സാരമില്ല, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ മോൻ അതൊന്നും കാര്യമാക്കണ്ട. പുതിയ പെണ്ണല്ലേ. അതൊന്നും അല്ല കാര്യം ഈശോ ചേട്ടാ. അതിനാ പെണ്ണൊന്നും പറഞ്ഞില്ല. ഞാൻ വേറൊരു കാര്യം ഓർത്തു പോയതാ. ഞാൻ വരട്ടെ. ആ